ചില ആളുകൾക്കൊരു വിശ്വാസമുണ്ട്, തുടക്കം ഗംഭീരമായി കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് എല്ലാം അടിപൊളിയായിരിക്കും എന്നാണ്. പക്ഷേ എൻ്റെ ഒരു അഭിപ്രായം എന്ന് പറഞ്ഞാൽ ഈ തുടക്കം മാത്രം നമ്മൾ ഗംഭീരമാക്കാൻ മെനക്കെട്ടാൽ പോരാ. അതിനുശേഷം കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള ശ്രമങ്ങളുണ്ടാവണം, ഒരു ഹാർഡ് വർക്ക് ഉണ്ടാവണം, അത് ജയിക്കും എന്നുള്ളൊരു ആത്മവിശ്വാസം അവസാന നിമിഷം വരെ നമുക്ക് ഉണ്ടാവണം. അങ്ങനെയൊക്കെ ആണെങ്കിലാണ് ഉപകാരപ്പെടുക. ഇതിപ്പോൾ പറയാൻ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 2024 തുടങ്ങാനുള്ളൂ, പുതിയൊരു വർഷമാണല്ലോ. അപ്പോൾ പുതിയ വർഷത്തിൽ ഒരു നല്ല സിനിമ കണ്ടിട്ട് തുടങ്ങണം, ആ ഒരു ഇൻസ്പിറേഷനൊക്കെ ഉള്ളിലേക്ക് ആവാഹിക്കണം എന്നൊക്കെ ചിന്തിക്കുന്ന ആളുകളുണ്ട്. നല്ലതാണ്. പക്ഷേ നല്ല സിനിമകൾ, നല്ല പുസ്തകങ്ങൾ അതൊക്കെ കൺസ്യൂം ചെയ്തുകൊണ്ടേയിരിക്കണം. തുടക്കത്തിൽ ഒരു ആവേശം കാണിച്ച് മറ്റേ ജിമ്മിൽ പോയി ചില ആൾക്കാർ പൈസ കളയുന്ന പോലെ ചെയ്തിട്ട് കാര്യമില്ല. അതിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് മുന്നോട്ട് പോകണം. എങ്കിലും ഈ വർഷം തുടങ്ങുമ്പോൾ കണ്ടു തുടങ്ങാൻ പറ്റുന്ന ഒരു ഗംഭീര സിനിമ എന്ന് പറഞ്ഞ് ഒരുപാട് പേര് എനിക്ക് മെസ്സേജ് അയക്കുന്ന ഒരു സിനിമ 12th ഫെയിൽ എന്ന് പറയുന്ന സിനിമയാണ്. ഞാനത് കഴിഞ്ഞ വർഷം തിയേറ്ററിൽ കണ്ടതാണ്. അതിൻ്റെ ഒരു റിവ്യൂ വീഡിയോ നമ്മുടെ ചാനലിൽ ഓൾറെഡി കിടപ്പുണ്ട്. വ്യൂസ് വളരെ കുറവാണ്. കാരണം ആ സമയത്ത് അധികം ആൾക്കാർ ശ്രദ്ധിച്ചിട്ടുണ്ടായില്ല. ഇപ്പോൾ OTT റിലീസിന് ശേഷം സിനിമ ഒരുപാട് പേര് ശ്രദ്ധിക്കുന്നുണ്ട്. അത് നല്ല സിനിമയാണ്. നിങ്ങൾ തിയേറ്ററിൽ കണ്ടിരുന്നെങ്കിൽ കുറച്ചും കൂടി ഇൻവോൾവ് ആയിട്ട് കാണാൻ പറ്റുമായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു. എന്തായാലും അങ്ങനെ കുറച്ച് ഇൻസ്പിറേഷൻ നമുക്ക് തരുന്ന മറ്റൊരു സിനിമയാണ് എനിക്ക് സജസ്റ്റ് ചെയ്യാനുള്ളത്. ഇതും ഓൾറെഡി നെറ്റ്ഫ്ലിക്സിൽ അവൈലബിൾ ആയിട്ടുള്ള സിനിമയാണ്. ഗ്രാൻ ടൂറിസ്മോ ബേസ്ഡ് ഓൺ എ ട്രൂ സ്റ്റോറി. ഇതാണ് സിനിമയുടെ പേര്. ഈ സിനിമ കഴിഞ്ഞ വർഷം റിലീസാവുന്ന സമയത്ത് കാണാൻ ഞാൻ അതിയായി ആഗ്രഹിച്ചിരുന്നൊരു സിനിമയാണ്. ഒരുപാട് പേര് ഗംഭീരാടോ താൻ പോയി കാണുക എന്നൊക്കെ എന്നോട് പറഞ്ഞിട്ട് പല കാരണങ്ങൾ കൊണ്ട് എനിക്ക് തിയേറ്ററിൽ മിസ്സായി പോയ സിനിമ. സത്യത്തിൽ ഈ സിനിമ നെറ്റ്ഫ്ലിക്സിൽ വന്നതിന് ശേഷം, വന്നതൊന്നും ഞാൻ അങ്ങനെ അപ്ഡേറ്റ് ചെയ്തിട്ടില്ല, പക്ഷെ കണ്ടു കഴിഞ്ഞപ്പോൾ സത്യം പറയില്ല, എനിക്ക് ഭയങ്കര നിരാശയായിപ്പോയി. ഇത് ഞാൻ തിയേറ്ററിൽ മിസ് ചെയ്തല്ലോ എന്നുള്ളത്. കാരണം ഇതൊരു വലിയ സ്ക്രീനിൽ നല്ല സൗണ്ട് സിസ്റ്റത്തിലൊക്കെ എൻജോയ് ചെയ്ത് കാണേണ്ട ഒരു അടിപൊളി പടമായിരുന്നു. എന്ന് വെച്ച് നെറ്റ്ഫ്ലിക്സിൽ കണ്ടിട്ടൊട്ടും കുറഞ്ഞു പോയിട്ടില്ല. നമ്മൾ ഈ ഗെയിം കളിക്കുന്ന ആൾക്കാരുണ്ടല്ലോ, പലരും പലതായിരിക്കും. ചിലർക്ക് റേസിംഗ് പരിപാടിയൊക്കെ ആയിരിക്കും, ചിലർക്ക് ഷൂട്ടിംഗ് പരിപാടികളായിരിക്കും, വേറെ ചില ആളുകൾക്ക് സ്ട്രാറ്റജി പരിപാടികളായിരിക്കും, ചില ആളുകൾക്ക് സിമുലേഷൻ ഗെയിംസിനോടായിരിക്കും താല്പര്യം. എൻ്റെ അനിയനൊക്കെ സിമുലേഷൻ ഗെയിമിൻ്റെ ആളാണ്. അവന് മറ്റേ NFS ഗെയിമൊന്നും ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അവൻ കളിക്കില്ല. അവന് മറ്റേ ട്രക്ക് ഒരു സ്ഥലത്ത് നിന്ന് അടുത്ത സ്ഥലത്തേക്ക് എത്തിക്കുക എന്നൊക്കെ പറയുന്ന പോലത്തെ അങ്ങനത്തെ ഗെയിം ആണ് അവന് താല്പര്യമുള്ളത്. എനിക്ക് കുറച്ചും കൂടി അഗ്രസീവ് ആയിട്ടുള്ള പരിപാടികളൊക്കെയാണ് താല്പര്യം. അപ്പോൾ ഈ ഷൂട്ടിംഗ് ഗെയിം പരിപാടികളൊക്കെ ഉണ്ടായിരുന്ന സമയത്ത് ഞാൻ എപ്പോഴും ആഗ്രഹിച്ചിരുന്നൊരു കാര്യം, ഈ IT ഫെസ്റ്റൊക്കെ വരുമ്പോൾ ഞാൻ എൻ്റെ പേഴ്സണൽ കഥയിലേക്ക് പോകുന്നതിൽ വലിയ കുഴപ്പമൊന്നും തോന്നരുത് കേട്ടോ. കാര്യം ഈ സിനിമ കാണാനുള്ളതുണ്ട് എന്ന് നിങ്ങൾക്ക് ഫീൽ ചെയ്യിപ്പിക്കാൻ വേണ്ടി കുറച്ച് എക്സ്പീരിയൻസ് മിക്സ് ചെയ്യുന്നതാണ്. നമ്മൾ കോളേജിലൊക്കെ പഠിക്കുന്ന സമയത്ത് IT ഫെസ്റ്റുകൾക്കൊക്കെ പോകും. അപ്പോൾ അവിടെ ഗെയിമിംഗ് കോമ്പറ്റീഷൻ ഉണ്ടാവും. കൗണ്ടർ സ്ട്രൈക്കാണ് മെയിൻ ഗെയിം. അപ്പോൾ ഒരു 4 പേര് വെച്ച് 2 ടീമായിട്ട്, വേറൊരു കോളേജിൽ നിന്ന് വരുന്നൊരു ടീം, നമ്മളൊരു ടീം. അപ്പം നമ്മളിങ്ങനെ ഇറങ്ങി വെടിവെച്ച് അതൊരു ഭയങ്കര സംഭവമായിരുന്നു, ഭയങ്കര ഫീലായിരുന്നു. ഞാൻ പോയി വലിയ കാര്യമായിട്ട് ജയിച്ചിട്ടില്ല, പക്ഷേ ഞങ്ങളുടെ ടീം സ്ഥിരമായി ജയിക്കാറുണ്ടായിരുന്നു. ആളില്ലാതെ വരുമ്പോൾ നമ്മൾ ഇറങ്ങി കളിക്കുന്നേ ഉള്ളൂ. അങ്ങനെ ഗെയിമൊക്കെ കളിക്കുന്ന സമയത്തൊക്കെ വിചാരിച്ചിട്ടുണ്ട്, കോളേജിൽ ഒരു തീവ്രവാദി ആക്രമണം ഉണ്ടാകുന്നു, ഒരു തീവ്രവാദിയുടെ കയ്യിൽ നിന്ന് ഒരു വിധത്തിൽ നമ്മളൊരു തോക്ക് ഒപ്പിച്ചെടുക്കുന്നു. നമ്മൾ ഗെയിമിലൊക്കെ കളിച്ചിട്ടുള്ള പോലെ സ്ട്രാറ്റജിക്കായി മൂവ് ചെയ്ത് അവരെയൊക്കെ തോൽപ്പിക്കുന്നു. ആ ഗെയിമിനെ നമുക്ക് റിയൽ ലൈഫിലേക്ക് കൊണ്ടുവരാൻ പറ്റുകയാണെങ്കിൽ അത് വേറൊരു സാധനമല്ലേ. ശരിക്കും അതിൻ്റെ മറ്റൊരു വേർഷൻ, ഡ്രീം കം ട്രൂ, അതാണ് ഈ സിനിമ. ശരിക്കും ഈ സിനിമ കാണുമ്പോൾ നമുക്ക് ഭയങ്കര സാറ്റിസ്ഫാക്ഷൻ ഫീൽ ചെയ്യും, നമുക്ക് ഭയങ്കര സന്തോഷം ഫീൽ ചെയ്യും. ഞാൻ ഈ സിനിമ OTTയിൽ വന്നത് അറിയാതെ താഴെ എൻ്റെ കസിൻ ബ്രദർ ഉണ്ട്, അവനിരുന്ന് പടം കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു ക്ലൈമാക്സ് ഭാഗമൊക്കെ എത്തിയപ്പോഴാണ് പെർട്ടിക്കുലർ സീനുണ്ട്, ഇങ്ങനെ ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ വണ്ടി ഇങ്ങനെ സ്പ്ലിറ്റായി വരണം. അത് ഞാൻ ഒരുപാട് പറയുന്നില്ല. ആ സീൻ കണ്ടു കഴിഞ്ഞപ്പോൾ അയ്യോ ഈ പടം വന്നോ എന്ന് പറഞ്ഞിട്ട് ഞാൻ ഓടി വന്നിരുന്ന് കാണുമായിരുന്നു. ഗംഭീര വിഷ്വൽസാണ്. പ്രത്യേകിച്ച് റേസിംഗ് ഒക്കെ, നിങ്ങളൊരു റേസിംഗ് കാറിനകത്തിരിക്കുമ്പോൾ അനുഭവിക്കാൻ പോകുന്ന പ്രശ്നം എന്താണ് എന്നുള്ളത്, അല്ലെങ്കിൽ അതിൻ്റെ ഒരു പ്രഷർ എന്താണ് എന്നുള്ളത് ഒരു പരിധി വരെ കണ്ടിരിക്കുന്ന പ്രേക്ഷകനിലേക്ക് എത്തിക്കാൻ സിനിമയ്ക്ക് പറ്റുന്നുണ്ട്. അതിൽ ഇമോഷണൽ രംഗങ്ങളാണെങ്കിലും, പിന്നെ നമ്മുടെ നായകൻ റേസിന് ഇറങ്ങുന്ന ഓരോ സമയവും അവൻ്റെ വിഷനിൽ പോലും അവർ കുറേ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അടിപൊളിയായിട്ടുണ്ട്. പിന്നെ മ്യൂസിക്, അതാ ഞാൻ പറഞ്ഞത്, ഇത് തിയേറ്ററിൽ മിസ്സായിപ്പോയി എന്നുള്ളത് എനിക്ക് എന്ത് സങ്കടം ഉണ്ടെന്നറിയോ. കാര്യം അമ്മാതിരി മ്യൂസിക്കാണ്. നമ്മൾ ഗെയിമിനകത്തിരിക്കുന്ന പോലെ ചില സമയത്ത് തോന്നും. പിന്നെ കുറേ ഇമോഷണൽ സാധനങ്ങളിലൊക്കെ കുഞ്ഞു സംഭവങ്ങളൊക്കെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഞാൻ വീണ്ടും പറയുന്നു, ഈ സിനിമ കാണുമ്പോൾ എനിക്ക് ആകെയുള്ളൊരു വിഷമം എന്ന് പറയുന്നത് ഇത് തിയേറ്ററിൽ മിസ്സായി എന്നുള്ള. ആൻഡ് നമ്മൾ പ്രതീക്ഷിക്കുന്ന പോലെ വളരെ ഇൻസ്പയറിംഗ് ആയിട്ടുള്ള, മോട്ടിവേറ്റിംഗ് ആയിട്ടുള്ള ഒരു ക്ലൈമാക്സും കാര്യങ്ങളൊക്കെയാണ്. 12th ഫെയിൽ കാണുമ്പോൾ നമ്മുടെ ഉള്ളിലുണ്ടാകുന്ന ഒരു അനുഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾ എവിടെയെങ്കിലും തോറ്റുപോയിട്ടുണ്ടെങ്കിൽ, കഴിഞ്ഞ വർഷം നിങ്ങളെ ജീവിതത്തിൽ തോൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ, ഈ വർഷം നിങ്ങളതിന് പകരം വീട്ടും, അല്ലെങ്കിൽ ഇനി വരും വർഷങ്ങളിലൊക്കെ വിജയിക്കുന്നത് വരെ നിങ്ങൾ തുടർന്ന് പരിശ്രമിക്കും എന്ന് പറയുന്ന ഒരു ആറ്റിറ്റ്യൂഡ്, അങ്ങനത്തെ ഒരു ഫീല് നമ്മളിൽ ഉണ്ടാക്കാൻ പറ്റുന്നൊരു സിനിമയാണ്. ഗ്രാൻ ടൂറിസ്മോ എന്ന് പറയുന്നത്, നിങ്ങൾ സ്വപ്നം കാണുക, നിങ്ങൾക്കുള്ള അവസരം നിങ്ങളെ തേടി വരും എന്ന് പറയുന്ന ഒരു ഫീല് നമുക്ക് ഉണ്ടാക്കി തരും. ആൻഡ് ഓർമ്മിപ്പിക്കാനുള്ള എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എത്രയും പെട്ടെന്ന് കാണാൻ ശ്രമിക്കുക. നെറ്റ്ഫ്ലിക്സിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. ഈ നെറ്റ്ഫ്ലിക്സിൽ വരുന്ന എല്ലാ പടങ്ങളും ആജീവനാന്തം നെറ്റ്ഫ്ലിക്സിൽ ഉണ്ടാവില്ല, കുറച്ച് നാളെ ഈ പ്ലാറ്റ്ഫോമിൽ
ചാനലായിരിക്കും, ചിലപ്പോൾ അത് കഴിയുമ്പോൾ അടുത്ത പ്ലാറ്റ്ഫോമിലേക്ക് പോകും. അപ്പോൾ പെട്ടെന്ന് കാണാൻ ശ്രമിക്കുക. ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. നിങ്ങൾ ഈ സിനിമ കണ്ടയാളാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ വീഡിയോയുടെ താഴെ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക.